الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ ജനിക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് നമ്മുടെ പേരും നമ്മുടെ വീട്ടുപേരും പിൻകോഡുമെല്ലാം എഴുതി നമ്മുടെ വീട്ടിലേക്കൊരു കത്ത് വന്നാൽ നമ്മുടെ മാതാപിതാക്കൾ എന്തായിരിക്കും ചെയ്യുക? നമ്മളില്ലാത്ത ഒരു ലോകമാണ്, നമ്മളെക്കുറിച്ച് ആർക്കും അറിയാത്ത ഒരു സമയമാണ്. അപ്പോഴാണ് ആ വീട്ടുകാർക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് ആ വീട്ടിലേക്കൊരു കത്ത് വരുന്നത്. സ്വാഭാവികമായും നമ്മുടെ വീട്ടിലെ ആളുകൾ പറയും, അഡ്രസ്സ് തെറ്റി വന്നതാണ്, ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ആ കത്ത് മടക്കി അയക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളില്ലാത്ത, നമുക്ക് അഡ്രസ്സില്ലാത്ത, നമ്മളെ ആർക്കും പരിചയമില്ലാത്ത ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാനിൻ്റെ ആദ്യ വചനങ്ങളിലൂടെ അല്ലാഹു അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓതി വച്ച ആയത്തതാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ. പറയപ്പെടാൻ ഒന്നുമില്ലാത്ത, ഒരു അഡ്രസ് ഇല്ലാത്ത കാലഘട്ടം മനുഷ്യ നിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. നമ്മൾ ജനിച്ചു, നമുക്കൊരു അഡ്രസ്സുണ്ട്, നമ്മുടെ പേരും നമ്മുടെ വീട്ടുപേരും നമ്മുടെ പിൻകോഡുമൊക്കെ എഴുതി
ഒരു ലെറ്റർ ഇന്ന് ആരെങ്കിലും പോസ്റ്റ് ചെയ്താൽ ആ കത്ത് നമ്മളെ തേടി വരും. ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് നമ്മളുണ്ടായി, നമുക്കൊരു അഡ്രസ്സ് ഉണ്ടായി. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണിത്. നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് ആരോടെങ്കിലും ചോദിച്ചിട്ടല്ല, എവിടെയെങ്കിലും അപേക്ഷിച്ചിട്ടുമല്ല. നമ്മളോട് ചോദിക്കാതെ, പറയാതെ, അന്വേഷിക്കാതെ ഈ ലോകത്തേക്ക് വന്നവരാണ് നമ്മൾ. അതേപോലെ ആരോടും പറയാതെ, ആരോടും ചോദിക്കാതെ, നാം പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഈ ലോകത്ത് നിന്ന് ഒരു മടക്കം, ഒരു യാത്ര നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയേ തീരൂ. മനുഷ്യനായി നമ്മൾ ഭൂമിയിൽ പിറന്നു വീണിട്ടുണ്ടോ, നമുക്കൊരു മരണമുണ്ട്. മരിക്കാതെ നമ്മൾ ആരും ബാക്കിയാവുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ മരണം എപ്പോഴാണ് എന്ന് നമുക്കാർക്കും അറിയില്ല. ഒരുപക്ഷെ അത് അടുത്ത നിമിഷമാകാം, അടുത്ത സമയമാകാം, അടുത്ത സെക്കൻഡാകാം. മനുഷ്യന് ഉറപ്പില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എപ്പോഴാണ് അവൻ മരിക്കുക എന്ന് അവൻ അറിയുകയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും മരണപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ആ മരണത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ, ആ മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ലായ്മയാണ് തെറ്റുകൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞ് അറിയാതെ ഒറ്റക്ക്, കൂട്ടമായി, രഹസ്യമായി, പരസ്യമായി പല രീതിയിൽ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്, പാപങ്ങൾ ചെയ്യാറുണ്ട്. അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞത് ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ യസ്അലു അയ്യാന യൗമൽ ഖിയാമ ഫഇദാ ബരിഖൽ ബസർ. വളരെ ശ്രദ്ധേയമായ പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിരിക്കുന്നത്. അല്ലാഹു പറയുന്നത്, മനുഷ്യൻ അവൻ്റെ ഭാവി ജീവിതത്തിൽ തോന്നിവാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ അവൻ തിന്മകളാണ് പ്രവർത്തിക്കുന്നത്, തോന്നിവാസമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളെന്നവൻ ചോദിക്കുന്നുണ്ട്. ഇനിയൊരു ജീവിതമുണ്ടോ? ഇനിയൊരു മരണത്തിന് ശേഷം ഒരു ലോകമുണ്ടോ? ഇതെന്തൊരു വിഡ്ഢിത്തമാണ് എന്ന രീതിയിൽ അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിൽ പല ആളുകളുടെയും പ്രവർത്തനങ്ങൾ കണ്ടാൽ അതാണ് തോന്നുന്നത്. നാളെ ഒരു ജീവിതമുണ്ട്, നാളെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന ബോധമില്ലാതെയാണ് മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആളുകളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹു ആയത്തിനെ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ വാചകം ഫഇദാ ബരിഖൽ ബസർ, ഫഇദാ ബരിഖൽ ബസർ. മനുഷ്യന്റെ കണ്ണ് അഞ്ചിപ്പോകുന്ന ഒരു സമയം വരാനുണ്ട്, അവന്റെ കണ്ണ് ചിമ്മുന്ന ഒരു സമയം വരാനുണ്ട്. അവന്റെ കണ്ണുകൾ അവന് തുറന്നു വെക്കാൻ സാധിക്കാത്ത, അവന്റെ കണ്ണുകൾ അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുന്ന, ആ കണ്ണടയുന്ന ഒരു സമയം വരാനുണ്ട്. അതാണ് അവന്റെ ജീവിതത്തിലെ നാളെ എന്ന് പറയുന്നത്. അവന്റെ ജീവിതത്തിലെ തൊട്ടടുത്തൊരു ജീവിതം എന്ന് പറയും, പുതിയ ഒരു ജീവിതം എന്ന് പറയുന്നത്. കണ്ണ് മറയുന്നതോടുകൂടെ ഈ ലോകത്തെ ജീവിതം അവസാനിച്ചു. പിന്നെ അവിടെ നമ്മുടെ ഖിയാമത്ത് തുടങ്ങുകയാണ്. യഥാർത്ഥത്തിലുള്ള ഖിയാമത്ത് നാള് അള്ളാഹുവിനാണ് അറിയുക അതെപ്പോഴാണ് സംഭവിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഖിയാമത്ത്, അവന്റെ പരലോക ജീവിതം, അവന്റെ നാളെയുടെ ജീവിതം അത് ആരംഭിക്കുന്നത് അവന്റെ കണ്ണ് ചിമ്മുന്നതോടുകൂടെയാണ്, അവൻ മരിക്കുന്നതോടുകൂടെയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മളെല്ലാവരും നാളേക്ക് വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. നാളെ എന്താണ് സംഭവിക്കുക എന്ന കൃത്യമായ ബോധം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്നാണ് ഈ നാളെ സംഭവിക്കുക, എന്നാണ് നമ്മുടെ ഖിയാമത്ത് ആരംഭിക്കുക? ഞാൻ പറഞ്ഞു, നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. ഞാൻ മരിക്കില്ല, എൻ്റെ ജീവിതം അത് ശാശ്വതമാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലികുല്ലി ഉമ്മത്തിൻ അജലുൻ, വലികുല്ലി ഉമ്മത്തിൻ അജലുൻ. എല്ലാ സമുദായങ്ങൾക്കും അല്ലാഹു അവധി നിശ്ചയിച്ചിട്ടുണ്ട്, എല്ലാ ആളുകൾക്കും അല്ലാഹു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. ആ റബ്ബ് നിശ്ചയിച്ച അവധി എത്തിയാൽ, അല്ലാഹു നിശ്ചയിച്ച സമയമെത്തിയാൽ ഒരു നിമിഷ നേരം മുന്നോട്ടോ പിന്നോട്ടോ ഇല്ല. ആ സമയത്ത് നമ്മുടെ ജീവിതം അവസാനിക്കും. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, നമുക്ക് ഇടപെടാൻ പറ്റാത്ത കാര്യമാണ് നമ്മുടെ മരണം എന്നുള്ളത്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി വയുർസിലു അലൈക്കും ഹഫ്ള ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത് തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ. വഹും ലാ യുഫർരിതൂൻ എന്ന് പറഞ്ഞാൽ അതിലവര് ഒരു വിട്ടുവീഴ്ചയും വരുത്തുകയില്ല എന്നാണ്. അഥവാ മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചെടുക്കേണ്ട സമയമായാൽ, മനുഷ്യന് റൂഹ് പിടിക്കേണ്ട സമയമെത്തിയാൽ ആ റൂഹ് പിടിക്കേണ്ട മലക്കുകൾ അതിലൊരു വിട്ടുവീഴ്ചയും വരുത്തുകയില്ല. എനിക്കൊരു മരണത്തിന്റെ സമയമുണ്ട്,
എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും മരണത്തിൻ്റെ സമയമുണ്ട്. അത് റബ്ബ് നിശ്ചയിച്ചതാണ്. ആ സമയത്തിൽ നിന്ന് ഒരു നിമിഷം മുന്നോട്ടോ പിന്നോട്ടോ പോവില്ല. അതിൻ്റെ സമയമായാൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ കൃത്യമായി അവരുടെ ദൗത്യം, അവരുടെ ഉത്തരവാദിത്തം അവർ നിർവഹിക്കും. അതാണ് അള്ളാഹു പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവുകളും മരണത്തിൻ്റെ രുചി അറിയും. നോക്കൂ നിങ്ങൾ, മരണത്തിൻ്റെ രുചി എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്. മരണത്തിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ മരണത്തിൻ്റെ വേദന അനുഭവിച്ചു എന്ന് ഖുർആൻ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ മനുഷ്യരും അവർ മരണത്തിൻ്റെ രുചി അറിയും. വേറെ സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി ഒളിക്കുന്നത് ആ മരണം നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യും. സഹോദരങ്ങൾ, ഇന്നത്തെ ഖുത്ബ കഴിഞ്ഞ് ഈ വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ലോകത്തിലെ ജനന മരണ കണക്കുകൾ പറയുന്ന, വളരെ വ്യവസ്ഥാപിതമായി സിസ്റ്റമാറ്റിക്കായി കണക്കുകൾ നമുക്ക് കാണിച്ചു തരുന്ന വെബ്സൈറ്റുകളുണ്ട്. കൃത്യമായ മീറ്റർ ഉണ്ട്. അതിൽ ഒരു ദിവസം ജനിക്കുന്ന മനുഷ്യരുടെ എണ്ണം വളരെ വലുതാണ്. ഓരോ ദിവസവും ഓരോ സെക്കൻഡുകളിലും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുക. ലോകത്ത് ഓരോ സെക്കൻഡുകളിലും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളത് ഒന്ന് സെർച്ച് ചെയ്താൽ, നമ്മളത് പരിശോധിച്ച് നോക്കിയാൽ ആ സ്ക്രീനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നിമിഷ നേരം കൊണ്ടാണ് മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം ആ കണക്കിൽ, ആ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് കാണാൻ പറ്റുക. ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് മരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ജനിച്ചു വീഴുന്നുണ്ട്. അപ്പൊ നമുക്കും ഒരു മരണത്തിന്റെ സമയമുണ്ട്, നമുക്കും മരണത്തിന്റെ ഒരു ദിവസമുണ്ട് എന്ന ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ആ മരണത്തെക്കുറിച്ച് ആലോചിക്കാനും ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാനും മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കാനും വിശ്വാസികളായ ആളുകൾ പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ അവരുടെ പരലോക ജീവിതം നഷ്ടമായിരിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അഊദു ബിഇസ്സതിക അല്ലദീ ലാ ഇലാഹ ഇല്ലാ അൻത അല്ലദീ ലാ യമൂത്ത്, മരിക്കാതെ ബാക്കിയാകാര അള്ളാഹു മാത്രമാണ്. പ്രതാപിയായ അള്ളാഹുവേ, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, നീ എങ്ങനെയുള്ളവനാണ്, നീയാണ് ആരാധനക്കർഹൻ, നിനക്ക് മരണമില്ല. എന്നാൽ വൽ ജിന്നു വൽ ഇൻസു യമൂതുൻ, മനുഷ്യനാണോ ജിന്നാണോ ഈ ലോകത്തുള്ള സകല സൃഷ്ടിജാലങ്ങൾക്കും മരണമുണ്ട്. എല്ലാം നശിക്കും, എല്ലാം തകർന്ന് തരിപ്പണമാകും. ആകാശങ്ങൾ ഉതിർന്നു വീഴും, അതേപോലെ തന്നെ ഭൂമി അത് നശിച്ച് തകർന്ന് തരിപ്പണമാകും, പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴും. ഈ ലോകത്ത് അതൊക്കെ സംഭവിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. എങ്ങനെയായിരിക്കും ലോകാവസാനം നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ സമീപകാലങ്ങളിൽ ഉണ്ടായ പ്രളയത്തിന്റെ ദുരന്തങ്ങൾ, മണ്ണിടിച്ചിലുകൾ, ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ പരലോകത്തിന്റെ അഥവാ ഖിയാമത്ത് നാളിന്റെ ഭീകരത മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഈ ലോകത്ത് സംഭവിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എനിക്കും നിങ്ങൾക്കും മരണമുണ്ട്. ഒരു കവി പറഞ്ഞു, അൽ മൗതു കഅസുൻ വകുല്ലു നാസു ശാരിബുഹു, മരണമെന്ന് പറഞ്ഞാൽ ഒരു കോപ്പയിലെ, ഒരു പാത്രത്തിലെ, ഒരു ഗ്ലാസ്സിലെ ഒരു പാനീയമാണ്. ആ പാനീയമാകുന്ന മരണത്തെ എല്ലാവരും രുചിക്കുമെന്നാണ്, എല്ലാവരും ഇത് കുടിക്കും. അൽ മൗതു കഅസുൻ വകുല്ലു നാസു ശാരിബുഹു, എല്ലാവരും ഇത് കുടിക്കും, ആരും കുടിക്കാതെ ബാക്കിയാവുകയില്ല. വൽ ഖബറു ബാബുൻ, ഖബർ എന്ന് പറഞ്ഞാൽ ഒരു വാതിലാണ്. ആ വാതിലിലൂടെ വകുല്ലു നാസി ദാഖിലുഹു, എല്ലാ മനുഷ്യരും ആ വാതിലിലൂടെ ഖബറിലേക്ക് പ്രവേശിക്കും. നമ്മളെല്ലാവരെയും ഖബറിൽ കൊണ്ടുപോയി വെക്കും. നമ്മുടെ കണ്ണ് ചിമ്മുന്ന ദിവസമുണ്ട്, നമ്മുടെ കൈകൾ നിശ്ചലമായി പോകുന്ന, നമ്മുടെ കാലുകൾ നിശ്ചലമായി പോകുന്ന, നമ്മുടെ വിരലുകൾ ചേർത്ത് കെട്ടുന്ന, നമ്മുടെ താടിയെല്ലുകൾ കൂട്ടിക്കെട്ടുന്ന ഒരു ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാനുണ്ട്. അവിടെ നിന്ന് നമ്മളെ മയ്യത്ത് കുളിപ്പിക്കും. അതേപോലെ തന്നെ മറ്റുള്ള മരണാനന്തര കർമ്മങ്ങളെല്ലാം ചെയ്ത് നമ്മളെ ഖബറിൽ കൊണ്ടുപോയി വെക്കും. ഖബറാകുന്ന വീട്ടിൽ താമസിക്കേണ്ട ആളുകളാണ് നമ്മൾ. മരിക്കാതിരിക്കണം എന്നാണ് എല്ലാവരെയും ആഗ്രഹം, മരിക്കരുതെന്നാണ് ആഗ്രഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്മാരുടെ ലാ യസാലു ഖൽബുൽ കബീരി ശാബൻ ഫീ ഇത്നതൈൻ, പ്രായം ചെന്ന വൃദ്ധരായ രണ്ട് കാര്യത്തിൽ എപ്പോഴും മനുഷ്യന്റെ ഹൃദയം, അത് വൃദ്ധന്റെ ഹൃദയം യുവത്വത്തിലായിരിക്കും. ഏതാണ് രണ്ട് കാര്യം എന്നറിയോ? റസൂലുള്ളാഹി പറഞ്ഞത്, ഐഹിക ലോകത്തോടുള്ള ഇഷ്ടവും ദീർഘായുസ് ലഭിക്കണം, ദുനിയാവിലെ സൗകര്യങ്ങൾ ഉണ്ടാകണം. സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മളെ കുറിച്ചല്ലേ? റസൂലുള്ളാഹി പറയുന്നത് മനുഷ്യന് രണ്ട് കാര്യങ്ങളോട് എപ്പോഴും ആഗ്രഹം ഉണ്ടാകുന്ന ഒന്നെന്താ? ദുനിയാവിലെ വിഭവങ്ങൾ, ദുനിയാവിലെ സൗകര്യങ്ങൾ വർദ്ധിക്കണം. എത്ര കിട്ടിയാലും മതിവരാത്ത മനസ്സിന്റെ ഉടമകളാണ് നമ്മൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മരിക്കാൻ നമുക്ക് പേടിയാണ്. അതേപോലെ തന്നെ ആയുസ് നീട്ടിക്കിട്ടണം, കുറേ കാലം ജീവിക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ തശ്ബഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ.
ആരാ പ്രാർത്ഥിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി മരിക്കുമ്പോൾ പ്രവാചകന്റെ പടയങ്കി ജൂതന്റെ വീട്ടിൽ പണയത്തിലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ അസ്വദൈൻ അഥവാ പച്ചവെള്ളവും ഉണങ്ങിയ കാരക്കയുമായി മാസങ്ങളോളം റസൂലുള്ളാഹിയും കുടുംബവും ജീവിച്ചിട്ടുണ്ട്. അവിടെ അടുപ്പ് കത്തിച്ചിരുന്നില്ല. അത്രമാത്രം ദാരിദ്ര്യത്തിൽ ജീവിച്ച, പ്രയാസങ്ങൾ അനുഭവിച്ച, പരീക്ഷണങ്ങൾ നേരിട്ട റസൂലുള്ളാഹി പ്രാർത്ഥിക്കണം, പടച്ചോനെ ആർത്തി അടങ്ങാത്ത കൊതി തീരാത്ത മനസ്സിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേന്ന്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നിങ്ങൾ, കൊതി തീരാത്ത മനസ്സ്, എന്ത് കിട്ടിയാലും മതി വരാത്ത മനസ്സ് നമ്മളെ നശിപ്പിക്കുന്ന കാര്യമാണത്. മരണത്തെക്കുറിച്ച് ബോധമില്ലാതെ ദുനിയാവിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ദുനിയാവിലെ മഹാഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ട് നാം അറിയേണ്ടത്, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാം പൂർത്തിയായിട്ട് മരിക്കുന്നവരും ഉറപ്പിക്കണ്ട. വീടിന്റെ പണി നടക്കുന്നുണ്ട്, അത് പൂർത്തിയാക്കാൻ നമ്മൾ ഉണ്ടാകുന്ന എന്തുറപ്പുള്ളത്? മകളുടെ വിവാഹമുണ്ട്, ആ മകളുടെ വിവാഹം പൂർത്തിയായിട്ട് ഞാൻ മരിക്കുകയുള്ളൂ എന്ന് ആർക്കാ പറയാൻ പറ്റുക? എൻ്റെ മകനെ നല്ല വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിരിക്കണം, വിദേശത്താണ് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്താണ്, അവൻ്റെ പഠനമൊക്കെ പൂർത്തിയാക്കി അവന് നല്ല ഒരു ജോലി കിട്ടി, അത് കണ്ടിട്ടേ ഞാൻ മരിക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ സാധ്യമല്ല. അഥവാ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചിന്തകൾ അതൊക്കെ പൂർത്തിയായതിനു ശേഷം മാത്രമാണ് മരിക്കുക എന്ന് ആർക്കും പറയാൻ സാധ്യത. അല്ലാഹു പറഞ്ഞു, ഒരു മനുഷ്യനും പറയാൻ സാധ്യമല്ല എവിടെ വെച്ച് എപ്പോൾ മരിക്കുമെന്ന്. മരണത്തിനൊരു സമയമുണ്ട്, ആ സമയത്ത് മരിക്കും, അതിൽ സംശയമല്ല. അതെപ്പോഴാണ് നമുക്കറിയില്ല, ഏത് സ്ഥലത്ത് വെച്ചാ അറിയില്ല സഹോദരങ്ങളെ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 130ഓളം കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഈ പള്ളിയിലേക്ക് വരുന്നത്. എൻ്റെ മരണം എവിടെ വെച്ചായിരിക്കും? ഞാൻ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാനാണ് എൻ്റെ വസ്ത്രത്തിന്റെ ബട്ടണുകൾ ചേർത്ത് വെച്ചയാള്. എൻ്റെ ഷർട്ടിന്റെ കുടുക്കുകൾ, ഈ ബട്ടണുകൾ എൻ്റെ കൈ കൊണ്ടാണ് ചേർത്ത് വെച്ചത്. ഇത് ഞാൻ തന്നെ അഴിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഈ പള്ളിയിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ ഷർട്ടിന്റെ ബട്ടണുകൾ നിങ്ങളാണ് ചേർത്ത് വെച്ചത്, നിങ്ങൾ തന്നെ അഴിക്കുമെന്ന് പറയാൻ സാധിക്കുമോ? നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. അത്രമാത്രം സമീപത്ത് മരണമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മഹാനായ മുഹമ്മദ് സ്വാലിഹ് ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞു, അൻത ലാ തസ്അൽ മത തമൂത്, നീ ചോദിക്കാൻ പാടില്ല എപ്പോഴാ മരിക്കാൻ ചോദിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വല ഐന തമൂത്, നീ എവിടെ വെച്ച് മരിക്കും അതും ചോദിക്കാൻ പറ്റൂല. എപ്പോഴാ മരിക്കുക, എവിടെ വെച്ചാ മരിക്കാൻ ചോദിക്കാൻ പറ്റില്ല. കാരണം അത് രണ്ടും നടക്കുന്ന ഉറപ്പാണ്. ആ രണ്ട് കാര്യങ്ങളും നടക്കും. ആ മരണത്തിന് അല്ലാഹു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ പറഞ്ഞു, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അയ്യമൂത ബിഅർദിൻ ജഅല ലഹു ഇലൈഹ ഹാജ. ഒരു മനുഷ്യനെ അല്ലാഹു മരണത്തിന് വേണ്ടി ഒരു സ്ഥലം തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ അല്ലാഹു അവിടേക്ക് അവനെ എത്തിക്കുന്നതാണ്. അല്ലാഹു അവിടേക്ക് അവനെ എത്തിക്കുമെന്ന്. നോക്കൂ നിങ്ങൾ, സൗദി അറേബ്യയിലേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. അയാൾ തിരുവനന്തപുരം സ്വദേശിയാണ്. അയാൾ ഒരു വിദേശയാത്രയും നടത്തിയിട്ടില്ല, വിവാഹം കഴിച്ചിട്ടില്ല, അറിയപ്പെട്ട അഡ്വക്കറ്റ് ആണ്, പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അനുജന്റെ സമീപത്തേക്ക് ഒരു ചെറിയ സന്ദർശനത്തിന് വേണ്ടി വരുന്നു. അനുജൻ ജോലിക്ക് പോയി. അനുജൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ വീടിന്റെ കതക് തുറക്കണില്ല. തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, അദ്ദേഹം ഇവിടെ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്ന, ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ അല്ലാഹു ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അയാൾക്ക് പ്രത്യേകിച്ചൊരു ആവശ്യങ്ങളൊന്നുമില്ല, അനിയനെ സന്ദർശിക്കാൻ പോവുകയാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അല്ലാഹു ഏതൊരു സ്ഥലത്ത് വെച്ചാണോ നമ്മുടെ റൂഹിനെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് ആ മനുഷ്യൻ ആവശ്യം ഉണ്ടാക്കി കൊടുക്കുന്ന, ആ മനുഷ്യൻ അവിടെ പോകുമ്പോൾ അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ അവന്റെ റൂഹ് പിടിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നത് മരണത്തിനപ്പുറം ഒന്നുമില്ല എന്നാ, മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുമെന്നാണ്. നമ്മുടെ സൂറത്ത് യാസീൻ ഓതണം. പല ആളുകളും സൂറത്ത് യാസീൻ മരിച്ച വീട്ടിൽ ഓതുന്ന ഒരു അധ്യായമായിട്ടാണ് കാണാറുള്ളത്. യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉത്ബോധനമാണ് സൂറത്ത് യാസീൻ. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നതിന്, മയ്യത്തിന്റെ സമീപത്ത് ഖുർആൻ ഓതുന്നതിന് പ്രത്യേക തെളിവൊന്നുമില്ല, ഹദീസിൽ വന്നിട്ടൊന്നുമില്ല. എന്നാൽ അവിടെ ഓതുന്ന അധ്യായം ഏതാ? സൂറത്ത് യാസീനാണ്. ആ സൂറത്ത് യാസീൻ ആർക്കുള്ള അധ്യായം എന്ന് പറയും? ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ളതാണ്. ആ സൂറത്ത് യാസീനിൽ അല്ലാഹു ഒരു കഥ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു തരുന്നുണ്ട്. ആ മനുഷ്യൻ ഞുരുമ്പിയ എല്ലുമായി കൊണ്ടാണ് കടന്നു വരുന്നത്. ഞുരുമ്പിയ ഒരു മനുഷ്യൻ, മരിച്ച് മണ്ണടഞ്ഞ ഒരു മനുഷ്യൻ, അവന്റെ ശരീരത്തിൽ അവശേഷിക്കുന്ന ഒരു ചെറിയ എല്ലിന്റെ കഷ്ണം എടുത്തുകൊണ്ട് അയാൾ വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അയാളുടെ ചോദ്യം അതാണ്. ഈ എല്ലിൽ നിന്ന് മണ്ണോട് ചേർന്ന് പോയ ഒരു മനുഷ്യൻ അവന്റെ ഈ എല്ലിൻ കഷ്ണത്തിൽ നിന്ന് വീണ്ടും അവനെ കൊണ്ടുവരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവന് വീണ്ടും ഒരു ജീവിതമുണ്ട് എന്നാണ് പറയുന്നത്? അല്ലാഹു ആയത്ത് തുടങ്ങിയത് തന്നെ ആ ചോദിക്കുന്ന ആള് അയാളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് മറന്നിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാൻ, നിവർന്നു നിൽക്കാൻ, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ അവൻ എങ്ങനെയാണ് ഈ ആത്മാവുണ്ടായത്? അവൻ എങ്ങനെയാണ് ഈ ശരീരമുണ്ടായത്? ഒരു മുൻ മാതൃകയില്ലാതെ
ഇവിടെ ഒരു എല്ലിന്റെ കഷ്ണമെങ്കിലും ഉണ്ട്. ആ എല്ലിന്റെ കഷ്ണം പോലും ഇല്ലാതെ, ഒരു മുൻ മാതൃകയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ പടച്ചത്. ആ റബ്ബിനാണോ ഒരു എല്ലിന്റെ കഷ്ണത്തിൽ നിന്ന് വീണ്ടും മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാകുന്നത് എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ചില ആളുകളുടെ ആഗ്രഹം അതാണ്, മരണത്തിന് ശേഷം ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നല്ല സുഖമാണ്, സകല തോന്നിവാസവും ചെയ്ത് എല്ലാ തമ്മാടിത്തവും ചെയ്ത് ഈ ലോകത്ത് ജീവിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള ആളുകളല്ല. മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന ഉറച്ച വിശ്വാസമുണ്ട് നമുക്ക്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് അംഗീകരിക്കുന്നവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട 2-3 പോയിന്റുകൾ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യഖീനോടുകൂടെ ജീവിക്കണം. യഖീനോടുകൂടെ ജീവിക്കണം. മരണമുണ്ട് എന്ന് നമുക്കറിയാം, മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട് എന്നറിയാം. പരലോകം ഉണ്ട് എന്ന് അറിഞ്ഞാൽ പോരാ, ആ പരലോകത്തിന് വേണ്ടി യൂഖിനൂന എന്ന പ്രയോഗമുണ്ട് ഖുർആൻ. അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ദൃഢവിശ്വാസം ഉണ്ടാകണം. നമ്മുടെ പ്രശ്നം അതാണ്. നമ്മൾ പരലോകത്തെ മറക്കുന്ന, മരണത്തെ മറക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ദൃഢവിശ്വാസമല്ല. നമ്മുടെ വീട്ടിലേക്കൊരു യാചകൻ വരികയാണ്, എന്താ നമ്മുടെ മനസ്സ് പറയാ? ഒരു യാചകൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പ്രയാസായി, എങ്ങനെ പേളെ പറഞ്ഞയക്കാം? നമ്മുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സഹോദരൻ നമ്മളോട് സഹായിക്കുമെന്ന് ചോദിച്ചു, നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? നമ്മൾ എങ്ങനെയാണ് അതിനെ, ആ ചോദ്യത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? പ്രയാസമായി കൊണ്ടാണ് പല ആളുകളും കാണുന്നത്. സഹോദരങ്ങളെ, ഒരു ആവശ്യം പറയുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞ എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ആൾക്കാർ, ഒരു പള്ളിയുടെ കളക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിച്ച എത്ര ആൾക്കാരുണ്ട്? ആ സാധിച്ച ആളുകളാണ് യൂഖിനൂൻ, ദൃഢവിശ്വാസമുള്ള ആളുകൾ, പരലോകത്തിൽ ഉറപ്പുള്ള ആളുകൾ. നന്മ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ആ നന്മ ചെയ്യാൻ നൽകിയ അവസരത്തിന് അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. എത്ര കൊടുത്തു എന്നല്ല, 1,00,000 കൊടുത്തു അല്ലെങ്കിൽ ഇത്ര സംഖ്യ കൊടുത്തു എന്ന് അറിയിക്കാൻ നമ്മളെ കയ്യിൽ 1 രൂപയാണോ ഉള്ളത്, അത് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്കൊരു യാത്ര ഉണ്ട്, മരണത്തിനപ്പുറം ലോകമുണ്ട്, അതുകൊണ്ട് ഒരുങ്ങിക്കോളൂ. വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ യാത്രക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ ഒരുക്കിക്കോളൂ. ഏറ്റവും നല്ല വിഭവം എന്ന് പറഞ്ഞാൽ അത് തഖ്വയാണെന്നാണ്, സൂക്ഷ്മതയാണെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമ്മളതിന് ചെയ്യേണ്ടത്, ഉറങ്ങാൻ കിടക്കും ഒരു വിചാരണ നടത്തുക. ഉമർ തന്നെ പറഞ്ഞില്ലേ, ഹസിബു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വിചാരണ നടത്തണം. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, നഫ്സിനെ നിങ്ങൾ വിചാരണ നടത്തണം, നാളെ ഒരു വിചാരണ വരുന്നതിന്റെ മുമ്പ്. അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തൂക്കി നോക്കണം. നിങ്ങളെ തൂക്കുന്നതിന് മുമ്പ് പരലോകത്ത് നമ്മളെ തൂക്കും, നമ്മളെ തടി തൂക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ഹിസാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ വിശദീകരിക്കാം. മനുഷ്യനെ നേരിട്ട് അല്ലാഹു തൂക്കുന്ന രംഗങ്ങളുണ്ട്. അവിടെ എന്തൊക്കെയാണ് ആ തൂക്കലിൽ കടന്നു വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കണക്ക് കൂട്ടുന്ന ആൾക്കാരാണ്. പലതും കണക്ക് കൂട്ടാറുണ്ട് അല്ലേ? കച്ചവടത്തിന്റെ ലാഭം, നഷ്ടം, അതേപോലെ തന്നെ പലതും നമ്മൾ കണക്ക് കൂട്ടാറുണ്ട്. സഹോദരങ്ങളെ, പരലോകത്തെ റിസൾട്ടിനെ കുറിച്ച് കണക്ക് കൂട്ടിയ, ആലോചന നടത്തിയ എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? പരലോകത്തെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിച്ച എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്ന അറിവുള്ളവരാണ് നമ്മൾ, ബോധമുള്ളവരാണ് നമ്മൾ. മരണമുണ്ട് ഉറപ്പുള്ള ആൾക്കാരാണ് നമ്മൾ. ഒരുപാട് മയ്യത്തുകളെ വഹിച്ച ആളുകളാണ് നമ്മൾ. മയ്യത്ത് നമസ്കരിച്ചവരാണ് നമ്മൾ. ഖബറിന്റെ ചാരത്ത് പോയി നിന്നവരാണ് നമ്മൾ. മയ്യത്തിന്റെ മുമ്പിൽ കണ്ണുനീർ പൊഴിച്ചവരാണ് നമ്മൾ. ആ നമ്മൾ പരലോകത്തെ റിസൾട്ടിനെ കുറിച്ച് വിചാരണ നടത്തിയിട്ടുണ്ടോ? പരലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ എത്ര വാക്കുകൾ പറഞ്ഞു? കഴിഞ്ഞ ഒരു വർഷം 2025 പിറന്നത് മുതൽ ഇതാ ഈ 9 മാസം വരെയുള്ള സമയത്തിനിടയിൽ നമ്മൾ പ്രയോഗിച്ച വാക്കുകൾ എത്രയാണ്? കണക്ക് കൂട്ടാൻ പറ്റും നമുക്ക്? നമ്മൾ ചെലവഴിച്ച സമ്പത്ത് എത്രയാണ്? നമ്മുടെ ആയുസ്സിൽ നമ്മുടെ കൈകളിലൂടെ മറിഞ്ഞുപോയ സമ്പത്ത് എത്ര ഉണ്ട്? അതിൽ അനുവദനീയമായത് എത്രയായിരുന്നു? നിഷിദ്ധമായത് എത്രയായിരുന്നു? എന്തിനൊക്കെയാണ് വിനിയോഗിച്ചത്? ഇപ്പൊ നമ്മളോട് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധ്യമല്ല. ആ കണക്കുകളൊക്കെ പടച്ചവൻ കൊണ്ടുവരും. അള്ളാഹുവിന്റെ അടുക്കൽ ആ കണക്കുകൾ കൊണ്ടുവരും. നമ്മൾ എത്ര വസ്ത്രം ഉപയോഗിച്ചു, നമ്മൾ എത്ര സമ്പത്ത് വിനിയോഗിച്ചു, നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചു, എത്ര ഭക്ഷണം നമ്മൾ വേസ്റ്റ് ആക്കി, ഇതൊക്കെ പടച്ചവൻ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിചാരണ നടത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെയെ കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് സമയത്തെ ഉപയോഗപ്പെടുത്തണം, ആരോഗ്യത്തെ അല്ലാഹു നമുക്ക് നൽകിയതിന് ഉപയോഗപ്പെടുത്തണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇബ്നു മർദാൻ നൽകിയ വിശദീകരണത്തിൽ കാണാം, ഇത് അംസൈത ഫലതൻതദിൽ മസാ. പ്രഭാതത്തിലായാൽ വൈകുന്നേരമാകുമെന്ന് ഉറപ്പിക്കണ്ട. പ്രഭാതത്തിലായാൽ വൈകുന്നേരമാകുമെന്ന് ഉറപ്പിക്കണ്ട. കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. നമ്മൾ ഇറങ്ങുന്ന റോട്ടിലേക്കാണ്. എത്രയെത്ര മനുഷ്യന്മാരുടെ ജീവനുകളാണ് വാഹനാപകടങ്ങളിലൂടെ നഷ്ടപ്പെട്ടത് നമുക്കറിയാം. നമ്മുടെ കുടുംബത്തിലുണ്ടാകാം, പരിചയക്കാരിൽ ഉണ്ടാകാം.
എത്രയെത്ര മനുഷ്യന്മാരാണ് രാവിലെ ആരോഗ്യത്തോടുകൂടെ ഇറങ്ങി നടക്കുന്നത്, വൈകുന്നേരം അവരുടെ മയ്യത്താണ് വീട്ടിലേക്ക് വരുന്നത്. ഒരു മനുഷ്യൻ, അയാള് ഒരു മരണവാർത്ത കേട്ട്, ആ നാട്ടിലുള്ള ഖബർ കുഴിക്കുന്ന മനുഷ്യൻ, അയാള് ഒരു മരണവാർത്ത കേട്ട് ആ ഖബർസ്ഥാനിൽ മരിച്ച വ്യക്തിക്ക് വേണ്ടി ഖബർ കുഴിച്ചു. പക്ഷെ വൈകുന്നേരമാകുമ്പോൾ അദ്ദേഹം കുഴിച്ച കുഴിയിൽ അദ്ദേഹത്തെ മറവ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായി. അത്രയുള്ള മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഇത് അംസൈത ഫലാ തൻതദിരി സ്വബാ, വൈകുന്നേരമായാൽ രാവിലെ ആകുന്ന പ്രതീക്ഷിക്കണ്ട. വഇദ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ, പ്രഭാതമായാൽ വൈകുന്നേരമാകുന്ന ഉറപ്പിക്കേണ്ടതില്ല. വഖുദ് മിൻ സിഹതിക ലിമറദിക, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ ഉപയോഗിച്ചോളൂ. രോഗം വരുന്നതിന്റെ മുൻപ് ആരോഗ്യത്തെ ഉപയോഗിച്ചോളൂ. അതേപോലെ തന്നെ നിന്റെ മരണം സംഭവിക്കുന്നതിന് മുമ്പ് മിൻ ഹയാതിക ലിമൗതിക, മരണം വരുന്നതിന്റെ മുമ്പ് നിന്റെ ആയുസ്സിനെ നീ ഉപയോഗിച്ചോളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അല്ലാഹു റസൂൽ ഖബറിന്റെ സമീപത്ത് കൂടെ പോകാൻ. അവൻ നബി ചോദിച്ചു, ആരാണ് ഈ ഖബറിൽ? അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, നബിയെ ഇന്ന ആളാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, യാ ഇഖ്വാനി ലിമിത്ലി ഹാദാ ഫഅഇദ്ദു, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇതേപോലെ കിടക്കേണ്ട ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് ആ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ, ആ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. പ്രിയപ്പെട്ടവരെ, ഖബറിലേക്ക് വേണ്ടി എന്തൊരുക്കമാണ് ഞാനും നിങ്ങളും നടത്തുന്നത് എന്ന് ആത്മാർത്ഥമായി ആലോചിക്കുക. നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, മരണമുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, മുഅ്മിനുകളായ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ, ശ്രേഷ്ഠരായ ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുൽഖ, ഏറ്റവും നന്നായി പെരുമാറുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, ബുദ്ധിമാന്മാരായ ആളുകൾ ആരാണ്? മനുഷ്യരിൽ ബുദ്ധിയുള്ള ആൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്തറുഹും ലിൽ മൗത്ത്, മരണത്തെ ധാരാളമായി ഓർക്കുന്നയാളാണ്, മരണത്തെക്കുറിച്ച് ധാരാളം ചിന്തിക്കുന്നയാളാണ്. ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുക്കം നടത്തുന്നയാളാണ് ബുദ്ധിമാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ എന്ന് ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൽ മരണത്തെക്കുറിച്ച് നിരന്തരം ഓർക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ ബുദ്ധിമാന്മാരാണ്. മഹാനായ ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ആരെങ്കിലും മരണചിന്ത വർദ്ധിപ്പിച്ചാൽ അവന് തുച്ഛമായ സൗകര്യങ്ങൾ മതിയാകും. മരണത്തെക്കുറിച്ച് ബോധമുള്ള ഒരാൾ ദുനിയാവിൻ്റെ പിറകെ വല്ലാതെ ഓടൂല, ദുനിയാവിലെ സൗകര്യങ്ങളുടെ പിറകെ ഓടുക. അതിൻ്റെ അർത്ഥം ദുനിയാവ് വേണ്ടെന്നല്ല. വല തൻസ നസീബക മിന ദുനിയ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവ് നമുക്കുള്ളതാണ്, സംശയമൊന്നുമില്ല. ദുനിയാവിൽ നല്ല വാഹനം ഉണ്ടാകാം, നല്ല വസ്ത്രം ധരിക്കാം, നല്ല വീടുണ്ടാക്കാം, നല്ല സൗകര്യങ്ങളൊക്കെ അനുഭവിക്കാം. പക്ഷെ പരലോകത്തെ മറക്കാൻ പാടില്ല, പരലോകത്തെ മറക്കാൻ പാടില്ല. എന്നാണ് മഹാനായ ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ആരെങ്കിലും മരണചിന്ത വർദ്ധിപ്പിച്ചാൽ അവന് തുച്ഛമായത് മതിയാകും. ആരെങ്കിലും തൻ്റെ സംസാരം അമലിൽപ്പെട്ടതാണ് രേഖപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിയാൽ അവൻ്റെ സംസാരം കുറയുന്ന. പരലോക ബോധമുള്ള ആൾ കുറച്ചേ സംസാരിക്കുള്ളൂ, അവൻ്റെ സംസാരത്തെ അവൻ ശ്രദ്ധിക്കും. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, മരണചിന്ത എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയായാൽ എൻ്റെ ഹൃദയം നശിച്ചു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നതാണ്, ഞാൻ പേടിക്കുന്നതാണ്. മരണചിന്ത അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ ഹൃദയം നശിച്ചു പോയിന്നാ. മഹാനായ ഇമാം ദഖാഖ് റഹിമഹുല്ലാ പറഞ്ഞു, മൻ അക്സറ ദിക്രിൽ മൗതി അക്രിം ബി സലാസതി അഷ്യാഇൻ, ആർക്കെങ്കിലും മരണചിന്തയുണ്ട് എങ്കിൽ അവനെ അല്ലാഹു 3 കാര്യങ്ങൾ കൊണ്ട് ആദരിക്കുന്നതാണ്. ഏതാണത്? ഒന്ന്, തഅജീലു തൗബ, അവന് തൗബ ചെയ്യാൻ ധൃതി കാണിക്കും. അള്ളാഹുവിനോട്, അള്ളാഹുവെ തൗബ ചെയ്യാൻ, പുറത്തു തരണമെന്ന് പറയാൻ തിരക്ക് കാണിക്കും. വഖനാഅത്തിൽ ഖൽബ് വനശാത്തിൽ ഇബാദ, അവൻ എന്ത് ചെയ്യും? അവന് മനസംതൃപ്തി ഉണ്ടാകും, ഇബാദത്തിന് ആവേശം ഉണ്ടാകും. നമുക്ക് സംതൃപ്തിയോടുകൂടെയുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? മരണചിന്ത ഉണ്ട് എന്നാണ്. അതേപോലെ തന്നെ നിസ്കരിക്കാൻ പള്ളിയിൽ വരണം, ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ വരണം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവന് മരണചിന്ത ഉണ്ട് എന്നാണ്. മരണചിന്തയുള്ള ആളുകൾക്കാണ് ആ തൗഫീഖ് ഉണ്ടാകുക.
ഇപ്പം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരണം എന്നറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല. അപ്പം നമ്മളൊക്കെ പള്ളിയിൽ വന്ന ആൾക്കാരാണ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ സഹോദരങ്ങളെ, പള്ളിയിൽ എപ്പോഴാണ് വരേണ്ടത്? പള്ളിയിൽ വരേണ്ട സമയം ഏതാ? റസൂലുള്ളാഹി പറഞ്ഞത് പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ, ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ പള്ളിയിൽ ഉണ്ടാകണം. ജുമാക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിൽ വരാൻ എന്താ തടസ്സം? നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിച്ചാൽ മതി, എനിക്ക് പള്ളിയിൽ വരാൻ എന്താ തടസ്സം? ആ തടസ്സം എന്താണ് എന്ന് സ്വയം ഉത്തരം കണ്ടെത്തിയാൽ നമുക്ക് എത്രമാത്രം പരലോകത്തെ പേടിയുണ്ട്, അള്ളാഹുമായിക്കൊണ്ട് നമുക്ക് എത്ര ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലേക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കിട്ടും, പള്ളിയിലേക്ക് പോകുന്നതിൽ നിന്ന് എന്താ തടസ്സം എന്ന് ആലോചിച്ചാൽ മതി. നന്മകൾ ചെയ്യാൻ എന്താണ് തടസ്സം എന്ന് ആലോചിച്ചാൽ മതി. അതിൻ്റെയൊക്കെ ഒറ്റ ഉത്തരമുള്ളൂ, മരണത്തെക്കുറിച്ച് ബോധമില്ല എന്നുള്ളതാണ്, മരിക്കുമെന്ന ചിന്തയില്ല എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, മരണചിന്തയില്ലാത്ത ആളുകൾ അവർ തൗബ ഉപേക്ഷിക്കും, തൗബ ചെയ്യൂല. സത്യസന്ധമായി മനസ്സിനോട് ചോദിച്ചു, അള്ളാഹുവിനോട് അള്ളാഹുവെ നീ പുറത്തു തരണേ എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞിട്ട് എത്ര കാലായിന്ന്? ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി, പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണം, ഞാൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി പറഞ്ഞ ദിവസമേതാ സഹോദരങ്ങളെ? സ്വന്തം മനസ്സിനോട് ഉത്തരം പറയേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ എന്ത് കിട്ടിയാലും തൃപ്തി വരാത്ത മനസ്സാണ് എങ്കിൽ മരണചിന്ത അല്ല എന്നതിൻ്റെ അർത്ഥം. എത്ര കിട്ടിയാലും മതിയാകുന്നില്ല. അതേപോലെ തന്നെ ആരാധനകളോട് അലസത കാണിക്കുക, ദിക്ർ ചെല്ലാൻ മടി. നമ്മുടെ ഒരു ദിവസം എടുത്താൽ മതി. നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾ 5 നേരം നിസ്കരിക്കണം, നമസ്കാര ശേഷം ദിക്റുകളുണ്ട്, വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട്. ഇങ്ങനെ ഏതു മേഖലയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകൾ പഠിപ്പിക്കാതെ? കുറേ ഇബാദത്തുകളുണ്ട്. ഇന്നത്തെ ഒരു ദിവസം മാത്രം എടുത്തിട്ട് ഇന്ന് നമ്മൾ ചെയ്ത ഇബാദത്തുകൾ എന്ന് എഴുതി നോക്കൂ നിങ്ങൾ. അത് സത്യസന്ധമായി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ പടച്ചോന്റെ പ്രീതി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് എത്ര ഇബാദത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആരാധനകളോട് അലസത കാണിക്കുക എന്നുള്ളത് മരണചിന്ത അല്ലാത്തതിന്റെ പ്രശ്നമാണ് എന്നാണ് പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക, മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിന് ഒരു അവസാനമുണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിന് ഒരു അവസാനമുണ്ട് എന്ന ബോധം നമുക്ക് ഉണ്ടാകണം. ഞാൻ പറഞ്ഞു, നമ്മുടെ താടിയെല്ലുകൾ കൂട്ടിക്കെട്ടുന്ന ഒരു ദിവസം വരാനുണ്ട്. എത്ര ശക്തരായാലും എത്ര സമ്പന്നരായാലും നമ്മുടെ താടിയെല്ലുകൾ കൂട്ടിക്കെട്ടും, നമ്മുടെ കാലുകൾ ചേർത്തു വെക്കും, നമ്മളെ ഒരു വെള്ള വസ്ത്രം കൊണ്ട് പുതക്കും. നമുക്ക് പരിചയമുള്ള ആളുകൾ, പരിചയമില്ലാത്ത ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരും നമ്മുടെ മയ്യത്ത് കാണാൻ. നമ്മുടെ മയ്യത്തും വഹിച്ച് നമ്മുടെ നാട്ടുകാരും ബന്ധുക്കളും ഖബർസ്ഥാനിലേക്ക് പോകും. ആർക്കും അറിയാത്ത ഇതൊക്കെ അല്ലേ? ആടിയുലയുന്ന മയ്യത്ത് കട്ടിൽ എത്രയോ തവണ അതിന്റെ പിറകിൽ ശാന്തരായി നിശബ്ദരായി നടന്നുപോയവരാണ് നമ്മൾ. നമ്മുടെ ആ യാത്രയെ കുറിച്ച് ആലോചിച്ചു നിങ്ങൾ. അങ്ങനെ നടന്നു പോകുന്ന കുറെ ആളുകൾ, 100 കണക്കിന് ആളുകൾ നമ്മുടെ മയ്യത്തും വഹിച്ചു പോകുന്ന രംഗം ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അങ്ങനെ ഒരു ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാനില്ലേ? ആ ഒരു മനുഷ്യൻ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് തോന്നിവാസം പ്രവർത്തിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക? നമ്മുടെ മയ്യത്ത് കബറിൽ കൊണ്ടുപോയി വെക്കില്ലേ സഹോദരങ്ങളെ? നമ്മുടെ മയ്യത്തിന്റെ മുകളിൽ മണ്ണിട്ടുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ തിരിച്ചു പോരുന്ന ഒരു ദിവസമല്ലേ? പിന്നെ നമ്മളവിടെ തനിച്ചാണ്, നമ്മൾ ഒറ്റക്കാണ്. അവിടെ മലക്കുകൾ വരും, അവിടെ ചോദ്യമുണ്ട്, വിചാരണയുണ്ട്, അവിടെ അദാബുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഈ ജീവിതം നശ്വരമാണെന്ന് തിരിച്ചറിയാൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. അള്ളാഹു നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഓരോ മനുഷ്യനും നോക്കട്ടെ, വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ഓരോരുത്തരും നോക്കുക. നന്നായി നമസ്കരിക്കുന്ന, ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കുന്ന, പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് ജീവിക്കുന്ന നല്ല വിശ്വാസികളിൽ ഉൾപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്റെ പിതാവ്, അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, വലിയ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നേരമാണ്. അള്ളാഹു നമ്മുടെ ആ സഹോദരന് ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹം നേരിടുന്ന പ്രയാസങ്ങളിൽ നിന്ന് ഏറ്റവും ഹൈറായത് അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ الراحمين وآخر دعوانا أن الحمد لله رب العالمين.